വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. ട്രേഡ്സ്മാൻ എക്സാംസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ എക്സാംസിൽ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിൽ ഉള്ളൊരു പ്രത്യേകതയാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് നോക്കിയിട്ട് വേണം പോവേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എറർ ഡ്യൂ ടു ബാഡ് റേഞ്ചിങ് ഈസ്. ബാഡ് റേഞ്ച് കാരണം ഏത് എററാണ് ഉണ്ടാകുന്നത്? ക്യുമുലേറ്റീവ് പോസിറ്റീവ്, ക്യുമുലേറ്റീവ് നെഗറ്റീവ്, കോമ്പൻസേറ്റിംഗ്, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ബാഡ് റേഞ്ചിങ് കാരണം അറിഞ്ഞിരിക്കുക. ബാഡ് റേഞ്ചിങ് ആണ്, ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കുണ്ടാകുന്ന എറർ ക്യുമുലേറ്റീവ് എററാണ് വരുന്നത്. അപ്പോൾ ക്യുമുലേറ്റീവ് എററാണ്. ഇനി ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നാം. സോ ബാഡ് റേഞ്ചിങ് നമ്മൾ പറഞ്ഞു ക്യുമുലേറ്റീവ് എററാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ എറർ പോസിറ്റീവായിട്ടാണ് വരുന്നത്. ഓക്കെ, എറർ പോസിറ്റീവും അവിടുത്തെ കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് എന്നുള്ള രീതിക്കാണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇൻകറക്റ്റ് ലെങ്ത് പറയുന്ന ബേസിസിലാണ് ഓരോന്നും നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കുന്നത്. അപ്പോൾ ഇലോങ്ങേറ്റഡ് ചെയിനും ഷോർട്ട് ചെയിനും മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ നമ്മൾ കറക്ഷൻ വരുന്ന ഇലോങ്ങേറ്റഡ് ചെയിൻ ആണെങ്കിൽ, കറക്ഷൻ വരുന്നത് ഇലോങ്ങേറ്റഡ് ചെയിൻ ആണെങ്കിൽ അവിടുത്തെ എറർ എന്ന് പറയുന്നത് നെഗറ്റീവും കറക്ഷൻ പോസിറ്റീവുമാണ്. ഓക്കെ, കറക്ഷൻ പോസിറ്റീവുമാണ്. അതേസമയം നമ്മൾ ഷോർട്ട് ചെയിൻ എടുക്കുകയാണ്. ഷോർട്ട് ചെയിനിലെന്ന് പറയുമ്പോൾ അവിടുത്തെ എറർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഷോർട്ട് ചെയിൻ്റെ എറർ പോസിറ്റീവും അവിടുത്തെ കറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവുമാണ്. ശ്രദ്ധിക്കുക, ഇലോങ്ങേറ്റഡ് ചെയിൻ്റെ എറർ നെഗറ്റീവ്, കറക്ഷൻ പോസിറ്റീവ്. ഷോർട്ടർ ആണെങ്കിൽ എറർ പോസിറ്റീവ്, അതുപോലെ കറക്ഷൻ നെഗറ്റീവ്. ഇനി ഇതിൽ പറയുന്ന കുറച്ച് എറേഴ്സ് ഈ എല്ലാം ഷോർട്ടറിൻ്റെ ബേസിസിൽ പറയുന്നതാണ്. നമ്മൾ പഠിക്കുന്നതിൽ കുറേ ഭാഗവും ഷോർട്ടർ ചെയിൻ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എറർ ഡ്യൂ ടു ബാഡ് റേഞ്ചിങ്. ഇത് ക്യുമുലേറ്റീവ് ആണ്, അതുപോലെ തന്നെ ഷോർട്ട് ചെയിൻ ബേസ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എറർ പോസിറ്റീവാണ്. അതുപോലെ തന്നെ ബാഡ് സ്ട്രെയിറ്റനിങ് ഓഫ് ചെയിൻ, അതുപോലെ നോൺ ഹൊറിസോണ്ടാലിറ്റി ഓഫ് ചെയിൻ ഡ്യൂ ടു സാഗ് ഇൻ ചെയിൻ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാം ക്യുമുലേറ്റീവായിട്ടും എറർ പോസിറ്റീവും ആയിട്ടാണ് പറയുന്നത്. ഇനി ഒരു വ്യത്യാസം വരുന്നത് ടെമ്പറേച്ചർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഷോർട്ടർ ചെയിനും അതുപോലെ ഇലോങ്ങേഷൻ ചെയിനും രണ്ടും ഒരുമിച്ച് പറയുന്നുണ്ട്. 27 ഡിഗ്രി സെൽഷ്യസിനേക്കാളും നമ്മൾ കൂടുതലാണ്, 20 ആണ്, 27 അല്ല 20 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കൂടുതലാണെങ്കിൽ അത് നമ്മുടെ ഇലോങ്ങേറ്റഡ് ചെയിൻ ബേസ് ചെയ്തിട്ടും 20 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറവാണെങ്കിൽ ഷോർട്ടർ ചെയിനുമായിട്ടാണ് വരുന്നത്. ഓക്കെ, കുറവാണെങ്കിൽ അത് ഷോർട്ടർ ചെയിൻ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതേ സെയിം തന്നെയാണ് നമ്മൾ പുള്ളിലെടുക്കുമ്പോഴും വരുന്നത്. പക്ഷേ പുള്ളിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പുള്ളെന്ന് പറയുമ്പോൾ ക്യുമുലേറ്റീവും ആവാം, അതുപോലെ തന്നെ കോമ്പൻസേറ്റും ആവാം. അപ്പോൾ ഇത്രയും എറേഴ്സിലൊന്ന് അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം, നമ്മൾ മെയിനായിട്ട് സിസ്റ്റമാറ്റിക് എറർ പറയുന്ന സമയത്ത് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇലോങ്ങേറ്റഡ് ചെയിനും ഷോർട്ട് ചെയിനുമാണ്. ഇലോങ്ങേറ്റഡ് ചെയിൻ്റെ എറർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവും കറക്ഷൻ പോസിറ്റീവുമാണ്. ഷോർട്ട് ചെയിൻ എടുക്കുന്ന സമയത്ത് നേരെ തിരിച്ചു വരും, എറർ പോസിറ്റീവും കറക്ഷൻ നെഗറ്റീവും. ഇത് രണ്ടും ക്യുമുലേറ്റീവ് എറർ തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത് പറയുന്നത് ക്യുമുലേറ്റീവ് തന്നെ, അതിൻ്റെ എററാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. എല്ലാം ഷോർട്ടർ ചെയിൻ ബേസ് ചെയ്ത് വരുന്നതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എറർ പോസിറ്റീവും കറക്ഷൻ നെഗറ്റീവും ആയിരിക്കും. ബാഡ് സ്ട്രെയിറ്റനിങ് ഓഫ് ചെയിൻ, അതുപോലെ തന്നെ നോൺ ഹൊറിസോണ്ടാലിറ്റി ഓഫ് ചെയിൻ, സാഗ് ഇൻ ചെയിൻ, വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ, വേരിയേഷൻ ഇൻ പുൾ, ഇതെല്ലാം ക്യുമുലേറ്റീവാണ്. അതിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞ രണ്ടെണ്ണം മാത്രം നമ്മുടെ എലോങ്ങേഷനും വരും, ഷോർട്ടറും വരും. അതിൻ്റെ കണ്ടീഷൻ ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കൽ ബാഡ് റേഞ്ചിങ് ചോദിച്ചാൽ ചിലപ്പോൾ അടുത്ത് ചോദിക്കുന്നത് സാഗോ ഹൊറിസോണ്ടാലിറ്റിയോ ഒക്കെ ആയിരിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ 30 മീറ്റർ ചെയിൻ. 30 മീറ്റർ ചെയിൻ്റെ ലെങ്ത് നമുക്കറിയാവുന്നത് തന്നെയാണ്. എത്രയാണ് പറയുന്നത്? 150. ഓക്കെ, 30 മീറ്റർ ചെയിൻ്റെത് 150. ഇനി ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചെയിനിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ചെയിനിൻ്റെ എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചെയിൻ ചോദിക്കാറുണ്ട്. മെയിനായിട്ട് ചെയിൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിലാണുള്ളത്. ഒന്ന് മെട്രിക് ചെയിനും പിന്നെ ഉള്ളത് നോൺ മെട്രിക് ചെയിനും. മെട്രിക് ചെയിനും നോൺ മെട്രിക് ചെയിനും. ഇതിൽ 150 എടുക്കുന്ന അല്ലെങ്കിൽ 30 മീറ്റർ ചെയിൻ വരുന്നതെന്ന് പറയുമ്പോൾ മെട്രിക് ചെയിനാണ്. മെട്രിക് ചെയിൻ നമ്മൾ രണ്ട് ഇതിലാണ് പറയുന്നത്. ഒന്ന് 20 മീറ്ററും പിന്നെ 30 മീറ്ററും. 20 മീറ്ററിൻ്റെ 100 ലിങ്കാണ് പറയുന്നത്. 20 മീറ്ററിൽ 100 ലിങ്കും, അതുപോലെ തന്നെ 150 മീറ്ററിൻ്റെ 30 മീറ്ററിൻ്റെ എടുക്കുകയാണെങ്കിൽ 150 ലിങ്കുമാണ് വരുന്നത്. ഓക്കെ, 20 മീറ്ററിൻ്റെ എടുക്കുമ്പോൾ
അതിൽ 100 ലിങ്കും 30 മീറ്ററിൻ്റെ എടുത്താൽ അതിൽ 150 ലിങ്കുമാണ് വരുന്നത്. ഇതും മാറിയും തിരിച്ചുമൊക്കെ ചോദിക്കുന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അതുപോലെ തന്നെ നോൺ മെട്രിക് ചെയിനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് എൻജിനീയറിംഗ് ചെയിൻ, രണ്ടാമത്തത് സർവേയർ ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ, സർവേഴ്സ് ചെയിൻ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ, പിന്നെ ഒന്നുള്ളത് റവന്യൂ ചെയിൻ. ഇതിൻ്റെയും ലിങ്ക് എത്ര എണ്ണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എൻജിനീയറിംഗ് ചെയിൻ എടുക്കുകയാണെങ്കിൽ 100 ഫീറ്റാണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. 1 ലിങ്ക് എന്ന് പറയുന്നത് 1 ഫീറ്റാണ്. ഓക്കെ, സർവേസ് അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിൻ എന്ന് പറയുമ്പം 66 ഫീറ്റാണ് വരുന്നത്. അതിൽ തന്നെ 1 ലിങ്ക് എന്ന് പറയുന്നത് 0.66 ഫീറ്റാണ് വരുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ ആദ്യത്തെ എഞ്ചിനീയറിംഗ് ചെയിനിൽ 100 ഫീറ്റാണ്. അതിൽ എത്ര ലിങ്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 100 ലിങ്കാണ്. 100 ഫീറ്റിൽ 100 ലിങ്ക് ഉണ്ട്. ഒരു ലിങ്ക് 1 ഫീറ്റാണ്. സർവേയർ അല്ലെങ്കിൽ ഗണ്ടേഴ്സ് ചെയിനിൽ 66 ഫീറ്റാണ്. പക്ഷെ അതിൽ എത്ര ലിങ്ക് ഉണ്ടെന്ന് ചോദിച്ചാൽ 100 ലിങ്കാണ്. സോ അങ്ങനെയാണ് 1 ലിങ്ക് എടുക്കുമ്പോൾ 0.66 ഫീറ്റ് വരുന്നത്. അടുത്ത് പറയുന്ന റവന്യൂ ചെയിനാണ്. റവന്യൂ ചെയിൻ എന്ന് പറയുന്നത് 33 ഫീറ്റാണ് വരുന്നത്. അതിൽ 16 ലിങ്കാണ് ഉള്ളത്. സോ അതിൻ്റെ ഒരു ലിങ്ക് എത്രയെന്ന് ചോദിച്ചാൽ 21/16 അല്ലെങ്കിൽ 33/16 എന്ന് നമുക്ക് പറയാം. ഓക്കെ, 21/16 അല്ലെങ്കിൽ 33/16 എന്ന് പറയാം. ഇനി ഇതിൽ തന്നെ വേറൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞ എല്ലാം പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കഡസ്റ്റൽ സർവേക്ക് യൂസ് ചെയ്യുന്ന ചെയിൻ ഏതാണെന്ന് ചോദിക്കാം. കഡസ്റ്റൽ സർവേ എന്ന് പറയുമ്പോൾ അതിന് യൂസ് ചെയ്യുന്നത് റവന്യൂ ആണ്. കഡസ്റ്റൽ എന്ന് വെച്ചാൽ ബൗണ്ടറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. സോ ആ കഡസ്റ്റൽ സർവേക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ റവന്യൂ ചെയിനാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അത്രയും നോക്കിക്കോളാം. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് സൺ at noon at a place in southern hemisphere is 150 degree, then magnetic declination at the place is, ഒന്ന് ചെയ്ത് നോക്കിക്കേ. ഓക്കെ, ഇതെങ്ങനെയാണ് അപ്പോൾ ചെയ്യുന്നത്? ഇതിൽ തന്നിട്ടുള്ളത് മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ഓക്കെ, എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? മാഗ്നറ്റിക് ബിയറിംഗ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 150 ഡിഗ്രി. വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇഫ് മാഗ്നറ്റിക് ബിയറിംഗ് സൺ അറ്റ് നൂൺ ആണ്, അറ്റ് എ പ്ലേസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ ആണ് 150 ഡിഗ്രി. സൺ അറ്റ് നൂൺ ആണ്. സോ ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത് എനിക്ക് എത്രയായിട്ട് എടുക്കാം? 180 ഡിഗ്രി ആയിട്ട് എടുക്കാം. അതിൻ്റെ ഒരു ഹിൻ്റാണ് അവിടെ തന്നിരിക്കുന്നത്, സൺ അറ്റ് നൂൺ അറ്റ് എ പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഫോർമുല? ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഓക്കെ, ഇത് ഡിക്ലിനേഷൻ ആണേ. ഡിക്ലിനേഷൻ. അപ്പോൾ ഡിക്ലിനേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ട്രൂ ബിയറിംഗ് 180 ഡിഗ്രി, മാഗ്നറ്റിക് ബിയറിംഗ് 150 ഡിഗ്രി പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. സോ എനിക്ക് എന്ത് ചെയ്യാം? ഡിക്ലിനേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 മൈനസ് 150 ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. പോസിറ്റീവാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഈസ്റ്റ്. അപ്പോൾ എൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി, 30 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2-point problem and 3-point problems are method of. 2-pointum 3-pointum എന്തിൻ്റെ മെത്തേഡാണ്? റിസെക്ഷനിൽ വരുന്നതാണ് 2-point പ്രോബ്ലവും 3-point പ്രോബ്ലവും. ഇത് നമ്മുടെ പ്ലെയിൻ ടേബിൾ സർവേ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് എൻ ഓഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വിത്ത് റിഗാർഡ്സ് ടു ലെവലിംഗ്. ലെവലിങ്ങിൻ്റെ കാര്യത്തിൽ ഈ പറയുന്നതിൽ ഏതാണ് ഓഡ് ഇൻസ്ട്രുമെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ പറയുന്നത് പ്ലാനിമീറ്റർ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ക്ലിനോമീറ്റർ, ഓൾട്ടിമീറ്റർ, എബിനി ആൻഡ് ഹാൻഡ് ലെവൽ എല്ലാം നമ്മൾ ലെവലിങ്ങിൽ പറയുന്നതാണ്. അതിലൊരു ഓഡ് വൺ എന്ന് പറയുന്നത് പ്ലാനിമീറ്റർ ആണ്. ഓക്കെ, ദ മെത്തേഡ് ഓഫ് ലെവലിംഗ് യൂസ്ഡ് ടു ക്യാരി ഔട്ട് ദ റിക്കഗ്നൈസൻസ് ഓഫ് ഏരിയ. ഈ പറഞ്ഞിരിക്കുന്ന ഏത് മെത്തേഡാണ് റിക്കഗ്നൈസൻസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്രൊഫൈൽ ചെക്ക്, ഫ്ലൈ സിമ്പിൾ. സോ നമുക്കറിയാം ഫ്ലൈ ലെവലിംഗ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് വാല്യൂ കിട്ടുള്ളൂ. ആൻസർ വരുന്നത് ഫ്ലൈ ലെവലിംഗ് ആണ്. 7th one, എ സീരീസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് റെപ്രസെൻറ്റ്. കോണ്ടൂർ ലൈൻസ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റീപ്പ് സ്ലോപ്പാണ്, സ്ലോപ്പ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കോണ്ടൂർസിൻ്റെ അടുത്തടുത്ത് വരുന്നത് സ്റ്റീപ്പായിട്ടുള്ള ഏരിയയിൽ ആയതുകൊണ്ടാണ്. The theodolite is an instrument used for measuring very accurately. Theodolite എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. In any closed traverse, if the survey work is correct, then
ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്ന് നോക്കാം. ദ ആൾജിബ്രിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഈക്വൽ ടു 0. കറക്റ്റാണ്. ആൾജിബ്രിക് സം ഓഫ് ഡിപ്പാർച്ചർ ഷുഡ് ബി ഈക്വൽ ടു 0. കറക്റ്റാണ്. സം ഓഫ് നോർത്തിങ് ഷുഡ് ബി ഈക്വൽ ടു സം ഓഫ് നോർത്തിങ്. അതും കറക്റ്റാണ്. സം ഓഫ് നോർത്തിങ്ങും സൗത്തിങ്ങും എന്ന് പറയുമ്പോൾ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതെല്ലാം കറക്റ്റാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ്. 2 തിയോഡലൈറ്റ് മെത്തേഡ് ഓഫ് സെറ്റിംഗ് ഔട്ട് എ കർവ് ഇൻവേഴ്സ്. കർവ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 തിയോഡലൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏത് മെഷർമെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കർവിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ആംഗുലാർ മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത് 2 തിയോഡലൈറ്റ് വെച്ചിട്ട്. ആംഗുലാർ മെത്തേഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആംഗുലാർ മെത്തേഡിൽ മെയിനായിട്ട് 3 മെത്തേഡ്സ് ആണ് വരുന്നത്. ഒന്നാമത്തേത് റാങ്കൈൻസ് മെത്തേഡാണ്. ഒന്നാമത്തെ മെത്തേഡ് റാങ്കൈൻസ് മെത്തേഡ്. അപ്പോൾ റാങ്കൈൻസ് മെത്തേഡിലെന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് ഡിഫ്ലക്ഷൻ ആംഗിൾസ് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. റാങ്കൈൻസ് മെത്തേഡിൽ ഡിഫ്ലക്ഷൻ ആംഗിൾസ് ബേസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അടുത്ത് പറയുന്നത് 2 തിയോഡലൈറ്റ് മെത്തേഡ്. 2 തിയോഡലൈറ്റ് മെത്തേഡാണ്. 2 തിയോഡലൈറ്റിൽ 2 തിയോഡലൈറ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ആംഗുലാർ മെഷർമെൻറ്റ്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്ത് ഇതുപോലെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടാക്യോമെട്രിക് മെത്തേഡാണ്. ടാക്യോമെട്രിക് മെത്തേഡ്. അപ്പോൾ ഈ ടാക്യോമെട്രിക് മെത്തേഡിലെന്ന് പറയുമ്പം റാങ്കൈൻസ് മെത്തേഡും അതുപോലെ തന്നെ 2 തിയോഡലൈറ്റ് മെത്തേഡൊക്കെ ഒരുമിച്ച് നമ്മൾ എടുക്കുന്ന ഒരു മെത്തേഡാണ് ടാക്യോമെട്രിക് മെത്തേഡ് എന്ന് പറയുന്നത്. കൗസൊക്കെ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി അൺഇവനായിട്ടുള്ള ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ കൗസൊക്കെ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 തിയോഡലൈറ്റും ടാക്യോമെട്രിയും ഒരുമിച്ച് നമ്മൾ എടുക്കുന്നത്. റാങ്കൈൻസും കൂടെ ഒരുമിച്ചുള്ളൊരു മെത്തേഡായിട്ട് നമ്മൾ എടുക്കുന്നത്. വീണ്ടും കർവിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ. എ കർവ് ഓഫ് വേരിയിങ് റേഡിയസ് ഈസ് നോൺ ആസ് സിമ്പിൾ കർവ്, കോമ്പൗണ്ട് കർവ്, റിവേഴ്സ് കർവ്, ട്രാൻസിഷൻ കർവ്. ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കർവ് ഓഫ് വേരിയിങ് റേഡിയസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് ട്രാൻസിഷൻ കർവാണ്. വേരിയിങ് റേഡിയസ് ആണ്, ട്രാൻസിഷൻ കർവാണ്. സിമ്പിൾ കർവ് എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? സിമ്പിൾ കർവ് എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ആർക്ക് മാത്രമേ കാണത്തുള്ളൂ. അതിനൊരു സെൻറ്ററും കാണും. കോമ്പൗണ്ട് കർവ് എന്ന് പറയുമ്പോൾ രണ്ട് ആർക്കിൻ്റെയും റേഡിയസ് ഡിഫറൻ്റ് ആണ്, പക്ഷേ സെയിം സൈഡിലാണെങ്കിൽ അതിന് നമുക്ക് കോമ്പൗണ്ട് കർവ് എന്നും. അതുപോലെ റിവേഴ്സ് കർവ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 2 റേഡിയസ് ആണ്, പക്ഷേ എൻ്റെ സൈഡ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് സൈഡും കോമൺ ടാൻജൻറ്റും ആണ് വരുന്നതെങ്കിൽ റിവേഴ്സ് കർവാണ്. Volume of earthwork computed by the prismoidal formula as compared to trapezoidal formula. അപ്പോൾ പ്രിസ്മോയിഡലും നമ്മുടെ ട്രപ്പിസോയിഡലും കമ്പയർ ചെയ്യുന്ന വോളിയം എർത്ത് വർക്കിൻ്റെ കമ്പ്യൂട്ടേഷനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എങ്ങനെയാണ്? നമുക്ക് ഓപ്ഷൻ ബി ലാർജ് തന്നെയാണ് വരുന്നത്. ഓപ്ഷൻ ബി ലാർജ് ആയിരിക്കും. പ്രിസ്മോയിഡലും ട്രപ്പിസോയിഡലുമാണ് ചോദിച്ചിരിക്കുന്നത്. മീൻ സീ ലെവൽ അറ്റ് എനി പ്ലേസ് ദ ആവറേജ് റേറ്റ് ഓഫ് അവേർലി ടൈഡ് ഹൈറ്റ്സ് ഒബ്സർവ്ഡ് ഓവർ എ പീരീഡ് ഈസ് നിയർലി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 20 ഇയേഴ്സ്. നമ്മൾ 90 ഇയേഴ്സും പറയുന്നുണ്ട്. സോ ഇതിൽ നമുക്ക് 20 ഇയേഴ്സ്. 14th question. In the theodolite traversing, for the calculations of independent rectangular coordinates from the field observation, some of the computations are indicated below. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സീക്വൻസ് ആയിട്ട് നിങ്ങൾ ആ കമ്പ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കിക്കുക. കമ്പ്യൂട്ടേഷൻ ഓഫ് റെഡ്യൂസ്ഡ് ബെയറിംഗ് ഓഫ് ഈച്ച് ട്രാവേഴ്സ് ലെഗ്, കാൽക്കുലേഷൻ ഓഫ് ക്ലോസിംഗ് എറർ, ബാലൻസിങ് ഓഫ് കൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ്, കാൽക്കുലേഷൻ ഓഫ് കൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? നമ്മുടെ ആദ്യം തന്നിരിക്കുന്നത് തന്നെയല്ലേ ഫസ്റ്റ് വരുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് റെഡ്യൂസ്ഡ് ബിയറിംഗ് ഓഫ് ഈച്ച് ട്രാവേഴ്സ് ലെഗ്, അത് തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഓരോ ലെഗിൻ്റെയും ഈ റെഡ്യൂസ്ഡ് ബിയറിങ്സിൻ്റെ കമ്പ്യൂട്ടേഷന് ശേഷം നമ്മൾ നേരെ ചെയ്യുന്നത് കൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, കൺസിക്യൂട്ടീവ് കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടുത്തെ ക്ലോസിംഗ് എറർ കാൽക്കുലേറ്റ് ചെയ്യും. ക്ലോസിംഗ് എററും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഈ ഒരു കോർഡിനേറ്റ്സ് നമ്മൾ ബാലൻസിങ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ 1 4 മാറിപ്പോയി. നമ്മൾ ആദ്യം എഴുതിയതിൻ്റെ ഓർഡറാണ് നോക്കുന്നത്. ഫസ്റ്റ് 1 4 2 3 ഓർഡറാണ് വരുന്നത്. ഓക്കെ, 1 4 2 3 എന്നുള്ള ഓർഡറിലാണ് നമുക്ക് വരുന്നത്. സോ അത് ഏതിലാണ് വരുന്നത്? ആൻസർ സി ഓപ്ഷനാണേ. ഓപ്ഷൻ സി 1 4 2 3 എന്നുള്ള രീതിക്കാണ് വരുന്നത്. 1 നമുക്ക് ആദ്യമേ തന്നിരിക്കുന്നത് തന്നെയാണ് പറയുന്നത്. അതുപോലെ അടുത്ത ഓപ്ഷൻ വരുന്നതെന്ന് പറയുമ്പോൾ 4 ആണ്, പിന്നെ വരുന്നത് 2 ആണ്, ലാസ്റ്റാണ് 3 വരുന്നത്. ഓക്കെ, 1 2 3 4. അടുത്തത് ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. തൊട്ട് മുന്നേ പറഞ്ഞത് സി ആണേ. അതിൽ മാർക്ക് ചെയ്തതിൽ വ്യത്യാസം ഇല്ല.
നോക്കിയാൽ മതി. അടുത്ത 15th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് മോഡേൺ GPS ടെക്നോളജി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ മോഡേൺ GPS ടെക്നോളജി എന്ന് പറയുമ്പോൾ ഒരെണ്ണേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, കൈനമാറ്റിക് പൊസിഷനിങ് ടെക്നിക്. ഓക്കെ, കൈനമാറ്റിക് പൊസിഷനിങ് ടെക്നിക്. GPS എന്താണെന്ന് അറിയാമല്ലോ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിസഡ്വാൻറ്റേജ് എന്നാണ്. ഫുൾ GIS ക്രിയേഷൻ, ഓട്ടോമേഷൻ ഓഫ് ഓൾഡ് മാപ്സ്, ലോക്കൽ ലാംഗ്വേജ് സപ്പോർട്ട്, ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോസ്റ്റ്ലി. ആൻസർ എന്ത് തന്നെയാണ് വരുന്നത്? ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോസ്റ്റ്ലി. In long and short wall method of estimation, the length of long wall is the center to center distance between the walls. വാൾസിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് ഹാഫ് ബ്രെഡ്ത്ത് ഓഫ് വാൾസ് ഓൺ ഈച്ച് സൈഡ്, ഓരോ സൈഡിലെയും വാളിൻ്റെ ഹാഫാണ് എടുക്കുന്നത്. എന്നുവെച്ചിപ്പം ഇതൊരു വാളാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ തന്നിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, കറക്റ്റ് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ ടു ഇതിൻ്റെ സെൻറ്റർ വരെയാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹാഫ് തിക്നെസ് എടുക്കും, ഇവിടുത്തെ ഹാഫ് തിക്നെസ്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഹാഫ് ബ്രെഡ്ത്ത് ഓഫ് വാൾ ഓൺ ഈച്ച് സൈഡ് എന്ന് എഴുതാം. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് ഫുൾ ബ്രെഡ്ത്ത് അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെഡ്ത്ത് ഓഫ് ദി വാളും നമുക്ക് എന്ത് ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയാം. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാഫ് ബ്രെഡ്ത്ത് ആണ് നമ്മൾ എടുക്കുന്നത് കറക്റ്റ് പറഞ്ഞാൽ. പക്ഷേ ആ ഹാഫ് ബ്രെഡ്ത്ത് എടുത്ത് വരുമ്പം ആ ഒറ്റ സൈഡിൽ എടുക്കുന്ന ആ ഒരു ബ്രെഡ്ത്തിൻ്റെ കറക്റ്റ് ഇത് തന്നെ വരത്തുള്ളൂ. അതുകൊണ്ട് എയും ബിയും ആൻസർ കറക്റ്റാണ്. സോ ഇത് ക്വസ്റ്റ്യൻ ഇൻവാലിഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, the unit of payment for steel work in rolling steel sections, roll steel joists, flats, T-angles and channels in. ഓക്കെ, ഇതിൽ ചോദിച്ചിരിക്കുന്ന യൂണിറ്റ് പേയ്മെൻറ്റിൻ്റെ കാര്യമാണ്. യൂണിറ്റ് പേയ്മെൻറ്റ് RS ജോയിൻറ്റ്സിന് എങ്ങനെ, അത് ഫ്ലാറ്റ്സ്, ടീസ്, സെക്ഷൻസ്, ആംഗിൾസ്, ചാനലാണെങ്കിൽ അത് എങ്ങനെ എന്നുള്ള രീതിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ എടുക്കുന്നത് യൂണിറ്റ് പേയ്മെൻറ്റ് ഏത് രീതിയിലാണ്? ക്വിൻ്റൽ ബേസിസിലായിരിക്കും എടുക്കുന്നത്. ശ്രദ്ധിക്കുക, റോൾഡ് സ്റ്റീൽ സാങ്ഷൻ്റെ RS ജോയിൻറ്റ്സ്, ഫ്ലാറ്റ്സ്, ടീസ്, ആംഗിൾസ്, ചാനൽ സെക്ഷൻ ഇതെല്ലാം തന്നെ ക്വിൻ്റൽ ബേസിസിലാണ് അതിൻ്റെ പേയ്മെൻറ്റ് ഓഫ് സ്റ്റീൽ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് പേയ്മെൻറ്റ് ഓഫ് AC ഷീറ്റ് റൂഫിങ്. AC ഷീറ്റ് റൂഫിങ്ങിൻ്റെത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ്. അതിൻ്റെതും എന്താണ്, സ്ക്വയർ മീറ്ററാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്, സ്ക്വയർ മീറ്ററാണ് AC ഷീറ്റ് റൂഫിങ്ങിന് വരുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ ആണ്. കാരണം എന്തിന് ഏത് യൂണിറ്റ് എന്നുള്ളത് എല്ലാ പ്രാവശ്യവും മാറിയും തിരിച്ചും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്യൂബിക് മെഷർമെൻറ്റിൽ അപ്പോൾ ഏതൊക്കെ വരുന്നു എന്നറിയാം. ക്യൂബിക് മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ നോർമലി 100 mm തിക്നെസ് കൂടുതലുള്ളതിനെ, ശ്രദ്ധിക്കുക, 100 mm തിക്നെസ് കൂടുതലുള്ളതിനെയാണ് നമ്മൾ ക്യൂബിക്കൽ മെഷർമെൻറ്റിൽ പറയുന്നത്. ക്യൂബിക്കൽ മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ മീറ്റർ ക്യൂബിൽ പറയുന്നത്. അതുപോലെ 100 mm കുറവുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റർ സ്ക്വയറിലാണ് പറയുന്നത്. അപ്പോൾ തിക്നെസ് രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ് മീറ്റർ ക്യൂബിലും മീറ്റർ സ്ക്വയറിലും പറയുന്നത്. ഇതിൽ തന്നെ മീറ്റർ ക്യൂബിൽ പറയുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ പറയാം, അതുപോലെ PCC പറയാം, ഫില്ലിങ് പറയാം, RCC, സ്ലാബ്, കോളം, ബീം, ലിൻറ്റൽ, ഛജ്ജ, അതുപോലെ സൺഷെയ്ഡ്, നമ്മുടെ പ്രീകാസ്റ്റ് ചെയ്യുന്ന വർക്ക്സ്, ബ്രിക്ക് വർക്കിൻ്റെ ഫുള്ള് നമുക്ക് പറയാൻ പറ്റത്തില്ല. 1 ബ്രിക്കും 1.5 ബ്രിക്ക് വർക്കും നമുക്കിതിൽ പറയാം. പിന്നെ സ്റ്റോൺ വർക്ക് പറയാം. വുഡ് വർക്കിൽ തന്നെ ഫ്രെയിം മാത്രം എന്തിലാണ് വരുന്നത്, മീറ്റർ ക്യൂബിലാണ് വരുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യമെല്ലാം ഒന്ന് നോട്ട് ചെയ്തോ. എർത്ത് വർക്ക് എക്സ്കവേഷൻ, ഫില്ലിംഗ്, PCC, RCC, സ്ലാബ്, കോളം, ബീം, ലിൻഡൽ, ഛജ്ജ, സൺഷെയ്ഡ്, പ്രീകാസ്റ്റ് വർക്ക്, 1 ബ്രിക്ക് വർക്ക്, 1.5 ബ്രിക്ക് വർക്ക്, സ്റ്റോൺ വർക്ക്, വുഡ് വർക്കിലെ ഫ്രെയിം. ഇത്രയും കാര്യങ്ങൾ മീറ്റർ ക്യൂബ് ബേസിസിലാണ് വരുന്നത്. ഇനി മീറ്റർ സ്ക്വയർ എന്താണെന്ന് നോക്കണ്ടേ. ഇതിൻ്റെ എല്ലാം പഠിച്ചു വെച്ചാലേ ഇപ്പം നമുക്ക് ഒരിക്കൽ നമ്മുടെ AC ഷീറ്റാണ് ചോദിച്ചെങ്കിൽ അടുത്ത ചിലപ്പോൾ റോളിംഗ് സ്റ്റീൽ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഫ്ലോറിങ്ങോ റൂഫിങ്ങോ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഓരോന്നും പഠിച്ചു വെച്ചിരുന്നാലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. മീറ്റർ സ്ക്വയറിൽ ഏതൊക്കെ വരുന്നതെന്ന് നോക്കാം. ഫോം വർക്ക് വരും, മീറ്റർ സ്ക്വയറിൽ ഫോം വർക്ക് വരും. അതുപോലെ സെൻറ്ററിങ് വർക്ക് വരും, ഷട്ടറിങ് വർക്ക് വരും, DPC വരും. ബ്രിക്ക് വർക്കിൽ തന്നെ ഹാഫ് ബ്രിക്ക് വർക്ക് വരും. അതുപോലെ തന്നെ ബ്രിക്ക് സോളിങ് വരും. ഹണി കോംബ്ഡ് ആയിട്ടുള്ള ബ്രിക്ക് വർക്ക് വരും.
ഇനി സ്റ്റോൺ വർക്ക് നമ്മൾ പറഞ്ഞു മീറ്റർ ക്യൂബ്, അതിൽ തന്നെ കിച്ചൺ സ്ലാബ് വരുന്നത് എന്തിലായിരിക്കും വരുന്നത്? മീറ്റർ സ്ക്വയറിലായിരിക്കും വരുന്നത്. പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന പ്ലാസ്റ്ററിങ്, പെയിൻറ്റിങ്, വൈറ്റ് വാഷിങ്, വാർണിഷിങ് ഇതെല്ലാം മീറ്റർ സ്ക്വയറിലാണ് പറയുന്നത്. പിന്നെ ഗ്രില്ലിൻ്റെ വർക്ക് മീറ്റർ സ്ക്വയർ ആണ്. റോളിംഗ് സ്റ്റീല് മീറ്റർ സ്ക്വയർ ആണ്. റൂഫിങ് മീറ്റർ സ്ക്വയർ ആണ്. ആ റൂഫിംഗ് ആണ് ഇപ്പോൾ നമുക്കിവിടെ ചോദിച്ച സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി എഴുതി ഷീറ്റ് റൂഫിങ്ങിൽ വരുന്നതാണ്. സോ സ്ക്വയർ മീറ്റർ. ദെൻ ഫ്ലോറിങ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മീറ്റർ സ്ക്വയറിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ നമ്പർ മെഷർമെൻറ്റ്സിൽ പറയുന്നത്, നമ്പേഴ്സ് ബേസ് ചെയ്തിട്ട് പറയുന്നത് സ്റ്റെയർ കേസ് പറയും. ഓക്കെ. പിന്നെ ഈ വാൽവ്സ്, മീറ്റർ ബോർഡ്സ്, പൈപ്പ്സ് ഇതിൻ്റെയൊക്കെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, റണ്ണിങ് മീറ്റർ ബേസ് ചെയ്തിട്ട്. എന്താണ്? റണ്ണിങ് മീറ്റർ ബേസ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ വളരെ ചെറിയ തിക്നെസ് ആയിരിക്കും ലെങ്തിനെ അപേക്ഷിച്ച്. അതിനെയാണ് നമ്മൾ റണ്ണിങ് മീറ്റർ ബേസ് ചെയ്ത് പറയുന്നത്. GI പൈപ്പ്സ്. ഓക്കെ. GI പൈപ്പ്സ് നമ്മൾ നമ്പർ പറയുമ്പം സ്റ്റെയർ കേസ്, അപ്പർട്ടൻസസ്, വാൽവ്സ്, മീറ്റർ പോലെ ചെറിയ ചെറിയ സാധനങ്ങളാണ് അതിൽ വരുന്നത്. റണ്ണിങ് മീറ്ററിൽ വരുമ്പം GI പൈപ്പ്സ്, കാസ്റ്റ് അയൺ പൈപ്പ്സ്, വയർ ഫെൻസിങ് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ വേലി കെട്ടാനൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോപ്പിങ്, കോർണൈസ്, സ്ട്രിങ് കോസ്, ഡ്രിപ്പ് കോസ്, സ്കേർട്ടിങ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് റണ്ണിങ് മീറ്ററിൽ. GI പൈപ്പ്സ്, കാസ്റ്റ് അയൺ പൈപ്പ്സ്, വയർ ഫെൻസിങ്, കോപ്പിങ്, കോർണൈസ്, സ്ട്രിങ് കോസ്, ഡ്രിപ്പ് കോസ്, സ്കേർട്ടിങ്. അപ്പോൾ ഇത്രയാണ് റണ്ണിങ് മീറ്ററിൽ വരുന്നത്. ഇനി വെയിറ്റ് വെച്ചിട്ടുമുണ്ട്. വെയിറ്റ് വെച്ചായിരുന്നു നമ്മുടെ തൊട്ട് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻ, വെയിറ്റ് ആയിരുന്നു. അപ്പോൾ വെയിറ്റ് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ആദ്യം തൊട്ട് മുന്നേ ഉള്ളത് തന്നെയാണ് നമുക്ക് ആദ്യം പറയേണ്ടത്, സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ്. സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പം ക്വിൻറ്റലിലും പറയാം, അതുപോലെ തന്നെ ടൺസിലും പറയാം. പിന്നെയുള്ള ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വയേഴ്സ്, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വയേഴ്സ്, റോളിംഗ് സെക്ഷൻ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്ന റോളിംഗ് സെക്ഷൻ ഏതൊക്കെ? I സെക്ഷൻ ആയിക്കോട്ടെ, C സെക്ഷൻ ആയിക്കോട്ടെ, T ആയിക്കോട്ടെ, H ആയിക്കോട്ടെ, അതെല്ലാം വെയിറ്റ് ബേസ് ചെയ്തിട്ടാണ്. പിന്നെ സ്റ്റിഫ് പെയിൻറ്റ്, അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. സ്റ്റിഫ് പെയിൻറ്റ് വെയിറ്റ് ബേസ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ബ്ലാസ്റ്റിങ്ങിൻ്റെ എക്സ്പ്ലോസീവ്സും വെയിറ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യവും ഒരു ക്വസ്റ്റ്യനൊന്നും അല്ല ഈ ഒരു ഒറ്റ പോർഷനിൽ നിന്ന് കിട്ടുന്നൊരു 3 ക്വസ്റ്റ്യനൊക്കെ മിനിമം കിട്ടാറുണ്ട്. എല്ലാ എക്സാംസിനും അല്ല, ചില ക്വസ്റ്റ്യൻസിന് 3 ക്വസ്റ്റ്യനൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ സെയിം പോർഷനിൽ നിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. The loss of value of property by its becoming out of date in style in design in a structure. ഔട്ട് ഓഫ് ഡേറ്റ് ആണ്. അവിടെ ഒരു കീവേഡ് ഉണ്ട്, ഔട്ട് ഓഫ് ഡേറ്റ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ആൻസർ. ഓപ്ഷൻ D ആണ്, ഒബ്സലൻസ്. The value of property building after its tenure without being dismantled. ശ്രദ്ധിക്കുക, നമ്മുടെ കീവേഡ് എന്താണ്? വിത്തൗട്ട് ഡിസ്മാൻഡിൽ എന്ന് തന്നിട്ടുണ്ട്. സോ വിത്തൗട്ട് ഡിസ്മാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് സാൽവേജ് ആണ്. ഓക്കെ, സാൽവേജ് ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഫോർ 100 ക്യൂബിക് മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് DPC, കോൺക്രീറ്റ് വർക്ക്, ബ്രിക്ക് വർക്ക്, എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ. സോ ഇവിടെ ആൻസർ വരുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. ബട്ട് കോൺക്രീറ്റ് വർക്കും വരാം, അതുകൊണ്ട് തന്നെ ഇതും ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആൻസർ വരുന്നത് കറക്റ്റ് വേയിൽ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ആണ്. പക്ഷെ നോക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആലോചിക്കുന്ന സമയത്ത് കോൺക്രീറ്റ് വർക്കും വേണമെങ്കിൽ വരാം. സോ ഇതതുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. So annual periodic payment for repayment of the capital amount invested by a party is known as. സിമ്പിളായിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഇതിലും കീവേഡ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? റീപേയ്മെൻറ്റ്. സോ ആൻസർ വരുന്നത് ആനുറ്റി ആണ്. ആൻസർ വരുന്നത് ആനുറ്റി. 24th ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചേ. Eruptive rocks were formed by the cooling of hot molten mass called magma. Trap is an example of plutonic igneous rocks. രണ്ടിൽ ഏതാണ് കറക്റ്റ്? ഇറപ്റ്റീവ് റോക്സ്. എന്താണ് ഇറപ്റ്റീവ് റോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഗ്നിയസ് റോക്സിൽ വരുന്നതല്ലേ ഇറപ്റ്റീവ് റോക്സ്. സോ എങ്ങനെയാണ് നമ്മൾ ഇഗ്നിയസ് റോക്സ് ഉണ്ടാകുന്നത്? അത് തന്നെയല്ലേ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്ത് തന്നെയാണ്? കറക്റ്റ് തന്നെയാണ്. പക്ഷേ ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്സ്, അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇഗ്നിയസ് റോക്സിൽ വരുന്നതാണ്, പക്ഷേ പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്കിൽ വരുന്നതല്ല. അപ്പോൾ ഫസ്റ്റത്തത് കറക്റ്റാണ്, പക്ഷേ സെക്കൻഡത്തത് തെറ്റാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് സെക്കൻഡാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഈസ് ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് ഈസ് ഫോൾസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ B ആണ് വരുന്നത്. ഓക്കെ, ആൻസർ B. അടുത്തത്
അതും സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഗെയിൻസ് അബൌട്ട് 40% ഓഫ് ഇറ്റ്സ് ഫൈനൽ strength in 3 days and 70% of the strength in 28 days. Statement 2, initial setting of Portland cement is almost entirely due to tricalcium silicate. Out of following, which option is correct? അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റെന്ന്. ഫസ്റ്റത്തെ നോക്കിക്കേ, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റിൻ്റെ ഗെയിനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്, സ്ട്രെങ്ത് ഗെയിനിങ് 40% തന്നെയാണ്. ഫൈനൽ സ്ട്രെങ്ത് ഇൻ 3 days 70% ഓഫ് സ്ട്രെങ്ത് ഇൻ 28 days. ഏകദേശം കറക്റ്റ് തന്നെയാണ് ആ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ നോക്കിക്ക്, ഇനിഷ്യൽ സെറ്റിംഗ് ഓഫ് പോർട്ട്ലാൻഡിന് ഓൾമോസ്റ്റ് എൻറ്റയർലി ഡ്യൂ ടു ട്രൈകാൽസ്യം സിലിക്കേറ്റ്. ട്രൈകാൽസ്യം സിലിക്കേറ്റ് ഇനിഷ്യൽ സെറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യുമോ? ഇല്ലല്ലോ. അവിടെ ഏതാണ് C3A അല്ലേ നമ്മൾ ഇനിഷ്യൽ സെറ്റിങ്ങിന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തത് നമുക്ക് തെറ്റാണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റും സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റും. ആൻസർ ഏതാണ് വരുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ നമുക്ക് നോക്കാം.